ഇന്നത്തെ റെസിപ്പി റവ ഉപ്പുമാവാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇനി ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ റവ വറുക്കാം. 1 കപ്പ് റവ പാനിലേക്ക് ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കുന്നുണ്ട്. ശേഷം 1/4 ടീസ്പൂൺ കടുകിട്ടിട്ട് പൊടിച്ചെടുക്കുക. ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. കൂടെ തന്നെ ഒരു 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു സവാളയാണ്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1/4 കപ്പ് ക്യാരറ്റ്, 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ വെജിറ്റബിൾസ് ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റാം. ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. ഒന്ന് അടച്ചു വെച്ച് തന്നെ തിളപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരു 8 മുതൽ 9 മിനിറ്റ് വരെ ആകുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. എന്നിട്ട് തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കട്ടയടച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.